വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുത്തേക്കില്ല. വിളിച്ചെന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ക്ഷണമെന്ന് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അന്തിമ തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് കൈക്കൊള്ളും. പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തത് വാർത്തയായതോടെ ഇന്നലെയാണ് സർക്കാർ ക്ഷണക്കത്ത് അയച്ചത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി.എസ്. അനു ചേരുന്നു. അനു, ഇങ്ങനെ വൈകി ക്ഷണക്കത്ത് അയച്ചതിൽ സർക്കാരിന്റെ വിശദീകരണം എന്താണ്? കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ ഔദ്യോഗികമായി തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ടോ? വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനം നടക്കാൻ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ. ഈ തുറമുഖത്തിന്റെ അവകാശി ആരാണ് എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ അത് പ്രതിപക്ഷവും സർക്കാരും ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ക്ഷണിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അത് ഉണ്ടാവുകയും അതിനുശേഷം ആ സമയത്ത് ആദ്യഘട്ടത്തിൽ മന്ത്രി വി.എൻ. വാസവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും തന്നെ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് കരുതിയാണ് തങ്ങൾ ക്ഷണിക്കാത്തത് എന്നുള്ള ഒരു വിചിത്രമായ ഒരു വാദമാണ് ആദ്യം മന്ത്രി വി.എൻ. വാസവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷെ പിന്നീട് ഇത് വലിയ വിവാദമായപ്പോൾ ഇന്നലെ അദ്ദേഹത്തിന് ക്ഷണക്കത്ത് അയക്കുകയും ചെയ്തു. ഇന്നലെ പക്ഷേ ഇതൊരു മറുപടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയില്ല. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ തൽക്കാലം ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിളിച്ചു എന്നൊരു വരുത്തി തീർക്കൽ മാത്രമാണ് ഇന്നലത്തെ ക്ഷണക്കത്ത് അയക്കലിലൂടെ സർക്കാർ ചെയ്യുന്നത്. പരമാവധി ഒരു അപഹസിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഉമ്മൻചാണ്ടി ഏത് തരത്തിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശിയാകുന്നത്, അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇക്കാര്യത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വി.ഡി. സതീശൻ എത്തുന്നു. ഏതായാലും ഉച്ചയോടുകൂടി മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നു. ആ ഒരു മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഈ തുറമുഖത്തിന്റെ അവകാശത്തെ ചൊല്ലിയുള്ള ഭരണ പ്രതിപക്ഷ തർക്കം. അതിനിടയിലാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ പോലും ഒരു വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ലക്ഷ്മി. വി.എസ്. അനു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചു.